ഹായ് ഫ്രണ്ട്സ്, DDVLOGSിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ സ്നാക്സ് പരിപാടിയാണ്. അപ്പം ചായയ്ക്ക് പ്രത്യേകിച്ച് സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചൊരു കോളിഫ്ലവർ ഇരുന്നു. അപ്പോൾ ആ കോളിഫ്ലവറും മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു കോളിഫ്ലവർ മസാല ഫ്രൈ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഈ കോളിഫ്ലവറിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് ഇത് കട്ട് ചെയ്തെടുക്കണം. ഇതൊരു ചെറിയ കോളിഫ്ലവർ ആണ്. ഇന്ന് പച്ചക്കറി വാങ്ങിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇതിന് വേണ്ടിയിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. നമ്മൾ ഇളക്കി കഴുകിയെടുക്കണം. കോളിഫ്ലവർ എല്ലാം കട്ട് ചെയ്ത് തീർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിലിട്ട് കഴുകി നന്നായിട്ട് കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകിയെടുക്കണം. ചെറു ചൂട് വെള്ളത്തിലിട്ട് കഴുകിയെടുത്താൽ മതി. ഞാൻ ചെറിയ ചൂട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡറാണ്, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് മസാല ആണ്, മസാല പെരിഞ്ജീരകമാണ്, ഇത് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൽ ചേർക്കണം. മസാലപ്പൊടി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതിൻ്റെ കൂടെ നമ്മളിത് ആട്ടമാവാണ്. മാവ് സ്നാക്സിനായിട്ടുണ്ട്. കുറച്ച് ഒരുപാട് വേണ്ട, കുറച്ച് ആട്ടമാവ് ചേർക്കണം. ആട്ടമാവിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ഈ മാവിൽ ഒരു അത്യാവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മാവ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മസാല കൂട്ടുകൾ, മുളക് പൊടി, മല്ലിപ്പൊടി ഇല്ല, മുളക് പൊടി, പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടെ ഇതിൽ ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചാലേ നന്നായിട്ട് കുഴച്ച് എടുക്കാൻ പറ്റും. നല്ല മിശ്രിതമായാലേ ഇതിൽ കോളിഫ്ലവർ ഇടുമ്പോഴത്തേക്ക് എല്ലാം ഒത്ത് ചേർന്നെടുക്കാൻ പറ്റുള്ളൂ. മാവും മുളക് പൊടിയൊക്കെ ചേർന്ന് മിശ്രിതമായിട്ട് ഈ മിശ്രിതത്തിലേക്കാണ് നമ്മൾ ഈ കോളിഫ്ലവർ എടുത്തിടുന്നത്. കോളിഫ്ലവർ ഞാൻ ഇതിനകത്തോട്ട് ഇടാൻ പോവുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കണം. എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ മസാലക്കൂട്ടെല്ലാം കോളിഫ്ലവറിൽ നന്നായിട്ട് പിടിച്ചു വരണം. പത്ത് മിനിറ്റ് നമ്മൾ റെസ്റ്റിന് വെക്കുകയാണ്. വെച്ചിട്ട് നമുക്ക് പുറത്ത് അടുപ്പ് കൂട്ടിയാണെങ്കിൽ അത് റെഡിയാക്കണേ. പുറത്ത് അടുപ്പ് ഒന്ന് കത്തിക്കട്ടെ. പുറത്ത് അടുപ്പ് കൂട്ടി കത്തിച്ചിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് മുളക് പൊടിയൊക്കെ അത് പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് വറുക്കാനിടാം. അതിൽ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ചൂടാവട്ടെ. നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. നല്ല ഓയിൽ ഒഴിച്ച് വറുത്തെടുത്താലേ നന്നായിട്ട് വരുള്ളൂ. എണ്ണ തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറേശ്ശെ ഇടാം. ആദ്യം കുറച്ച് വറുത്തെടുത്തതിന് ശേഷം, അല്ലെങ്കിൽ ഒരുമിച്ച് വറുത്തെടുക്കാൻ പറ്റില്ല, കുറച്ചിട്ട് വറുത്തെടുക്കാം. വിറകടുപ്പിൽ നമ്മളിത് ചെയ്യണത്. അപ്പം നിങ്ങൾ സൂക്ഷിക്കണം. വിറകടുപ്പിൽ ഇങ്ങനെ എണ്ണയിൽ ഒഴിക്കിടുമ്പോൾ തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം എണ്ണയിലിടാൻ. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. അടുത്ത സൈഡ് ഫ്രൈ ആയി വരണം. തീ അധികം ഇടാൻ പാടില്ല, ഒരുപാട് തീയായി കരിഞ്ഞു. കുറച്ച് തീ ഇടാവും. സൗത്ത് ഇന്ത്യയിലൊക്കെ ധാരാളമായി കണ്ടുവരുന്ന ഒരു സ്ട്രീറ്റ് ഫുഡാണിത്. അവിടെ ചെന്നാൽ അവിടെ ഒരു പ്ലേറ്റിന് എത്ര രൂപയാണ് നമുക്ക് കിട്ടുന്നത്. അത് മാത്രമല്ല, നമ്മളെ കേരളത്തിൽ കോഴിക്കോട് മലപ്പുറം ഭാഗങ്ങളിലൊക്കെ ഇതൊരു പ്രത്യേക സ്ട്രീറ്റ് ഫുഡാണ്. ഇവിടെ ലാസ്റ്റ് ഘട്ടമായിട്ടുണ്ട്. എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാം കോരിയെടുക്കാം. ഞാൻ നേരത്തെ കുറച്ച് വറുത്ത് കോരിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കഴിക്കാനായിട്ട് അത്യാവശ്യപ്പെട്ടിരിക്കണം. നമ്മൾ ചായയൊക്കെ ഇട്ട് വെച്ചു. വൈകുന്നേരമാണ്, വൈകുന്നേരത്തെ ടൈമാണ്, ചായക്കുള്ള സ്നാക്സാണ്. എല്ലാവരും വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിത് എല്ലാം വറുത്ത് കോരി കുറച്ച് ആൾട്രേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊരു ആൾട്രേഷന് വേണ്ടി വെച്ചതാണ്. ഇനി ചായ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ തിളപ്പിച്ചിട്ട് നമുക്കിത് കഴിച്ച് നോക്കണം. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഹെൽത്തി ഫുഡാണ്. കോളിഫ്ലവറാണ്, നല്ലൊരു ഹെൽത്തി ഫുഡാണ്. മാത്രമല്ല, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. ഈ വിഭവം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക.